എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ജനം ടിവിയുടെ ജനവിധി 2026 സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രവർത്തകർക്ക് ആവേശം പകരാൻ അമിത് ഷാ അനന്തപുരിയിലെത്തും. ഈ മാസം 11-നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. മുന്നൊരുക്കങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരുവനന്തപുരത്തെത്തും. തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ എപ്പോഴാകും ഈ പ്രവർത്തകർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുക? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ആവേശം കുറിക്കുവാൻ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ജനുവരി 11 തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നാൽ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് നടപ്പിലാകാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴാണ് എത്തുക എന്നതിന് കൃത്യമായ ഡേറ്റ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത് ഷാ 11 തലസ്ഥാന നഗരിയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോർപ്പറേഷനിലൊരു താമരപ്പൂക്കാലം, അത്തരത്തിലുള്ളൊരു വസന്തം വിരിയിച്ചതിന് ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളോടും കൂടി BJP മുന്നോട്ട് വരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശ്രുതി, നമുക്കറിയാം 2026 ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് പ്രധാനമായും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടായിരിക്കണം എന്നത് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വരവ് ഏറെ BJP പ്രവർത്തകരെ ഉൾപ്പെടെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രധാനമായും BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കുചേരും. അതോടൊപ്പം തന്നെ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന് മുന്നോട്ട് വയ്ക്കുന്ന നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനവും അദ്ദേഹം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരിക്ക് ഒട്ടേറെ പദ്ധതികൾ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെയും അമിത് ഷായുടെയും വരവോടുകൂടി ഏറെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ അമിത് ഷായോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും BJPക്കിടയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. പ്രധാനമായും വിജയ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിച്ച് പ്രധാന നേതാക്കന്മാരെ കളത്തിലിറക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യങ്ങൾ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.